നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2023-24 എന്ന സീസൺ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. കോപ്പ അമേരിക്ക ടൂർണമെന്റും യുഎഫ യൂറോ കപ്പ് ടൂർണമെന്റും ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് goal.com തങ്ങളുടെ പുതിയ ബാലൻഡിയോർ പവർ റാങ്കിങ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, വലിയ മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന വിനീഷ്യസ് ജൂനിയർക്ക് ഈ ഒരു ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ തിരിച്ചടിയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അതേസമയം ബെല്ലിംഗ്ഹാം ഫൈനലിൽ തോൽക്കുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റോഡ്രി 1-ാം സ്ഥാനത്തേക്ക് ഉയർന്നു വന്നു എന്നുള്ളതാണ്. ഏതായാലും പവർ റാങ്കിങ് നമുക്കൊന്ന് പരിശോധിക്കാം. 20-ാം സ്ഥാനത്ത് റയൽ മാഡ്രിഡിന്റെ ബ്രസീലിയൻ സൂപ്പർ താരമായ റോഡ്രിഗോയാണ് വരുന്നത്. 19-ാം സ്ഥാനത്ത് ബുക്കയോ സാക്കയാണ് വരുന്നത്. ഇനി 18-ാം സ്ഥാനത്ത് വരുന്ന താരം ഡാനി ഒൽമോയാണ്. സ്പെയിനിന് വേണ്ടി മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിരുന്നു. അതുപോലെ തന്നെ 17-ാം സ്ഥാനത്തേക്ക് ഹൂലിയൻ ആൽവരസ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടിയും അർജന്റീനക്ക് വേണ്ടിയും മികച്ച പ്രകടനം നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ലയണൽ മെസ്സി 16-ാം സ്ഥാനത്തുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 2023-24 സീസണിൽ 28 ഗോളുകൾ, 17 അസിസ്റ്റുകൾ കോപ്പ അമേരിക്ക അർജന്റീനക്കൊപ്പം നേടി. ഇന്റർ മയാമിക്കൊപ്പം ലീഗ്സ് കപ്പ് നേടി. അങ്ങനെയാണ് മെസ്സി 16-ാം സ്ഥാനത്ത് ഇപ്പോൾ വരുന്നത്. ഇനി 15-ാം സ്ഥാനത്ത് ആൽവരോ മൊറാറ്റയാണ് വരുന്നത്. 14-ാം സ്ഥാനത്ത് എമിലിയാനോ മാർട്ടിനസ് വരുന്നു. ആസ്റ്റൺ വില്ലക്ക് വേണ്ടി മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ആകെ 27 ക്ലീൻ ഷീറ്റുകളാണ് ഈ സീസണിൽ അദ്ദേഹം നേടിയിട്ടുള്ളത്. കോപ്പ അമേരിക്ക നേടി. കൂടാതെ കോപ്പ അമേരിക്കയിലെ ആ ഒരു ഗോൾഡൻ ഗ്ലൗ അദ്ദേഹം തന്നെയാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. ഏർലിംഗ് ഹാലൻഡ് 13-ാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ 12-ാം സ്ഥാനത്തേക്ക് ലാമിൻ യമാൽ എത്തിയിട്ടുണ്ട്. ബാഴ്സലോണയ്ക്ക് വേണ്ടിയും സ്പെയിനിന് വേണ്ടിയും അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. 10 ഗോളുകളും 18 അസിസ്റ്റുകളും ഈ സീസണിൽ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. യൂറോ കപ്പ് അദ്ദേഹം സ്വന്തമാക്കി. യൂറോ കപ്പിലെ ഏറ്റവും മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരവും ഈ 17-കാരൻ തന്നെയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 11-ാം സ്ഥാനത്താണ് ഫ്ലോറിയാൻ വിഡ്സ് ഇപ്പോൾ വരുന്നത്. 10-ാം സ്ഥാനത്താണ് നിക്കോ വില്യംസ് ഇപ്പോൾ ഉള്ളത്. മികച്ച പ്രകടനം അദ്ദേഹം ഈ സീസണിൽ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്പെയിനിന് വേണ്ടി മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. 9-ാം സ്ഥാനത്ത് ഫിൽഫോഡൻ വരുന്നു. മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി 28 ഗോളുകൾ, 12 അസിസ്റ്റുകൾ, പ്രീമിയർ ലീഗും ക്ലബ്ബ് വേൾഡ് കപ്പും യുഎഫ സൂപ്പർ കപ്പും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനി 8-ാം സ്ഥാനത്താണ് ഹാരി കെയ്ൻ ഉള്ളത്. 52 ഗോളുകളും 14 അസിസ്റ്റുകളും ഈ സീസണിൽ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിലും ഒരു കിരീടം പോലും അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നത് നിരാശാജനകമായ കാര്യമാണ്. കിലിയൻ എംബപ്പെ 7-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടുണ്ട്. 52 ഗോളുകൾ, 21 അസിസ്റ്റുകൾ, ലീഗ് 1, കോപ്പ ഡി ഫ്രാൻസ്, ട്രോഫി ഡെസ് ചാമ്പ്യൻസ് എന്നിവ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനി 6-ാം സ്ഥാനത്താണ് ടോണി ക്രൂസ് വരുന്നത്. 1 ഗോൾ, 12 അസിസ്റ്റുകൾ, ചാമ്പ്യൻസ് ലീഗ്, ലാലിഗ, സൂപ്പർ കോപ്പ ഡി എസ്പാന എന്നിവ സ്വന്തമാക്കി കഴിഞ്ഞു. 5-ാം സ്ഥാനത്തേക്ക് ലൗട്ടറോ മാർട്ടിനസ് എത്തിയിട്ടുണ്ട്. ഇന്റർ മിലാന് വേണ്ടി മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. കോപ്പ അമേരിക്കയിലെ ഗോൾഡൻ ബൂട്ട് അദ്ദേഹം നേടിക്കഴിഞ്ഞു. 35 ഗോളുകൾ, 8 അസിസ്റ്റുകൾ, കോപ്പ അമേരിക്ക, സിരിയ, സൂപ്പർ കോപ്പ ഇറ്റാലിയാന എന്നിവ അദ്ദേഹം സ്വന്തമാക്കി. 4-ാം സ്ഥാനത്തേക്ക് ഡാനി കാർവഹൽ കുതിച്ചെത്തിയിട്ടുണ്ട്. നമുക്കറിയാം, റയലിനൊപ്പവും സ്പെയിനിനൊപ്പവും മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ അദ്ദേഹം സ്വന്തമാക്കി. 7 ഗോളുകൾ, 8 അസിസ്റ്റുകൾ, 21 ക്ലീൻ ഷീറ്റുകൾ, യൂറോ കപ്പ് സ്വന്തമാക്കി. ചാമ്പ്യൻസ് ലീഗും ലാലിഗയും സൂപ്പർ കോപ്പ ഡി എസ്പാനയും അദ്ദേഹം സ്വന്തമാക്കി. ഇനി 3-ാം സ്ഥാനത്ത് ജൂഡ് ബെല്ലിംഗ്ഹാം വരുന്നു. റയലിന് വേണ്ടി മികച്ച പ്രകടനം നടത്തി ഇംഗ്ലണ്ട് ഫൈനലിൽ പരാജയപ്പെടുകയും ചെയ്തു. 27 ഗോളുകൾ, 17 അസിസ്റ്റുകൾ, ചാമ്പ്യൻസ് ലീഗ്, ലാലിഗ, സൂപ്പർ കോപ്പ ഡി എസ്പാന എന്നിവ ബെല്ലിംഗ്ഹാം സ്വന്തമാക്കി. ഇനി 2-ാം സ്ഥാനത്ത് വരുന്നത് വിനീഷ്യസ് ജൂനിയർ ആണ്. അദ്ദേഹം ഇപ്പോൾ 2-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടുണ്ട്. 26 ഗോളുകൾ, 12 അസിസ്റ്റുകൾ, ചാമ്പ്യൻസ് ലീഗ്, ലാലിഗ, സൂപ്പർ കോപ്പ ഡി എസ്പാന എന്നിവ അദ്ദേഹം സ്വന്തമാക്കി. പക്ഷേ കോപ്പ അമേരിക്കയിൽ പ്രതീക്ഷിച്ച പോലെ തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. 1-ാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയിരിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്പാനിഷ് സൂപ്പർ താരമായ റോഡ്രിയാണ്. 12 ഗോളുകൾ, 15 അസിസ്റ്റുകൾ, യൂറോ സ്വന്തമാക്കി. പ്രീമിയർ ലീഗ്, ക്ലബ്ബ് വേൾഡ് കപ്പ്, യുഎഫ സൂപ്പർ കപ്പ് സ്വന്തമാക്കി. യൂറോ കപ്പിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ സ്വന്തമാക്കിയത് റോഡ്രി തന്നെയാണ്. നിലവിൽ റോഡ്രിക്കാണ് goal.com ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.